Hi. Hi. Hello. 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 Rice local है? Local rice है? ഞാൻ കാണുന്ന മൊത്തം കേരളത്തിലാണ്. ഇത് മീനച്ചാറാണല്ലേ? മീനച്ചാറ് പിന്നെ പുളിമുടി അങ്ങനല്ലേ പറയാ? പുളിഞ്ചമന്തിയാണ്. ഇത് നമ്മളെ നാരങ്ങ അച്ചാറ്. എന്തായാലും വളരെ ഹാപ്പി ആയിരിക്കുന്നു. പിന്നെ പരിപ്പാണ്. ബോബി കൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ചിത്രത്തിന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് വണ്ണമൊക്കെ ഒപ്പിച്ച് വിടണം. ഇവിടെ എല്ലാ മലയാളികളും അതേപോലെ തന്നെ ചെയ്യട്ടെ ഞങ്ങള്. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഓൾമ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നും യാത്ര ആരംഭിക്കുവാണ്. നമസ്തേ. ഇവിടുത്തെ ഞാൻ നിൽക്കുന്ന കടയിലെ ആൾക്കാരാണ്. ഇവരെന്റെ വീഡിയോയിൽ 2 തവണ വന്നിട്ടുണ്ടാവും. क्या बनाया? कॉलीफ्लावर सब्जी बनाया है, समोसा बना, समोसा ठीक है, चटनी बना, चटनी है, ये देखो प्याज धनिया सब्जी बना है, दूध रखा है, दूध है. ठीक है. അതായത് ഞാൻ ഇവിടുന്ന് തിരിക്കണം കേട്ടോ. നേപ്പാളിൽ നിന്ന് ഞാൻ എന്താണ് വിട പറയുന്ന യാത്രയാണ്. അത് ഒരു വ്ളോഗിൽ ഒതുങ്ങും എനിക്കറിയത്തില്ല. ഇവിടുന്ന് സുർക്കത്തിൽ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. ഇവരെ കൂട്ടുകാരുടെ വണ്ടി ഇതിലൂടെ പോകും. കാരണം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണല്ലോ. അപ്പോൾ ചെറിയ പൈസക്ക് എനിക്ക് അഡ്ജസ്റ്റ് ആക്കി തരാം, നീ അതിൽ കയറി സുർക്കത്ത് പോകണം. അതായത് ഇപ്പം വണ്ടി കയറിയാൽ വൈകുന്നേരം ആകുമ്പോൾ സുർക്കത്ത് എത്തും. സുർക്കത്ത് എത്തിയിട്ട് അവിടുന്ന് ചിത്വാനിലേക്ക് ഞാൻ വേറെ വണ്ടിക്ക് പോകും. അതൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഒറിജിനൽ പൈസ കൊടുത്ത് പോകാനാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ് നേപ്പാളിൽ വാഹനത്തിൽ. അതായത് ഞാൻ വന്ന വഴിയിൽ റിട്ടേൺ നടന്നു പോകുന്ന അത്ര നല്ലതല്ല. കാരണം താഴേക്കൊക്കെ ചൂട് ഇറങ്ങി തുടങ്ങി. അപ്പം മാക്സിമം എന്താണ് വാഹനത്തിൽ പോയി ചിത്തോനിൽ മലയാളി ഉണ്ട്, അവരെ കൂടെ നിൽക്കണം. എന്നിട്ട് അവിടുന്ന് വെസ്റ്റ് ബംഗാൾ വഴിയാണോ സിക്കിമിലേക്ക് പോകേണ്ടത്, അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങിലാണ് ഉള്ളത്. എന്തായാലും വ്ളോഗ് മുഴുവനായി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. നമുക്ക് പോകേണ്ട വാഹനം വന്നിട്ടുണ്ട്. നമ്മളെ വയ്യ റെഡിയാക്കി തന്നിട്ടുണ്ട്. ടീക്കേ ഓക്കെ, നമുക്ക് നേരെ ഇങ്ങോട്ട് കയറാം കേട്ടോ. കുറേ നാൾക്ക് ശേഷം വണ്ടി കയറുമ്പോൾ എന്ത് സന്തോഷമാണല്ലോ. भाई जी 1 मिनट. हेलो हेलो 1 मिनट कैमरा होल्ड करो. अच्छा जी. मैं यहाँ बोली उल्मा समय यार उल्मा हजुर के भन्नुहुन्छ क्या पचासन ठीक है भाई. ओके यही तो जाना सान कति भन्नु के വണ്ടിയിൽ കയറി തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ്. അതാണ് ഇങ്ങനെയൊക്കെ കളിച്ചു വിടുന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇനി താഴേക്കുള്ള വീഡിയോസൊക്കെ നമ്മളെ വാഹനത്തിലായിരിക്കും. ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഡ്രൈവറാണ്, നമ്മളെ ക്യാമറമാൻ ഇപ്പം കുറച്ച് സമയം പിടിച്ചു വരുത്തിയ ആളാണ്. ठीक है मस्ती बाबा रहने का. ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാതെയാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടെ റോഡ് പെട്ടെന്ന് ശരിയാക്കുക. ഈ വണ്ടിക്കാരൻ കണ്ടോ, പെട്ടെന്നാണ് നിർത്തിയത്. റോഡാണ് കുത്തിപ്പൊളിക്കുന്നത്. കാരണം അവിടെ എന്താണ് വീതി കൂട്ടുകയാണ് റോഡിന്. ഒരു മുന്നറിയിപ്പ് പോലും കൊടുത്തിട്ടില്ല. കാരണം ഒരു ഗവൺമെന്റ് ആവുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ നാട്ടിലായാലും നാഷണൽ ഹൈവേയിൽ ഒരു പണി നടക്കുമ്പോൾ അവിടെ ആൾക്കാരെ കൂട്ടിയിട്ട് ആദ്യം ആ റോഡിന്റെ ആൾക്ക് വരുന്ന വാഹനത്തിനോട് പറയും ഇന്ന സ്ഥലത്ത് റോഡ് വർക്ക് നടക്കുന്നുണ്ട്, വാഹനങ്ങൾ ബ്ലോക്ക് ആവും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എപ്പോഴാണോ കുത്തിപ്പൊളിക്കാൻ തോന്നുന്നത് അന്നേരം കുത്തിപ്പൊളിക്കും. ഇതൊക്കെ എന്താണല്ലേ, വണ്ടി പോകുന്ന നടു റോഡാണ്. അവിടെ എന്താണ് കുഴിമാന്ന് കേട്ടോ, വീതി കൂട്ടുവാണ്. ഇമ്പോർട്ടൻ്റ് ആണ് റോഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം എഞ്ചിനീയറൊക്കെ പറഞ്ഞാൽ അത്ര ഡെവലപ്പില്ല. അതിന് മീനിങ് എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു പൈസ കൊടുത്ത് ചെയ്യുന്ന സിസ്റ്റം അല്ല. താൽക്കാലികമായി മാത്രമാണ് മലയോര ഗ്രാമത്തിൽ റോഡിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊരു വാഹനം വന്നാൽ നേപ്പാളിന്റെ അവസ്ഥ കണ്ടോ, വളരെ ശോകമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നു വണ്ടീന് മുമ്പിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ. കാരണം ഓവർ സ്പീഡിലാണ് വാഹനങ്ങൾ വരുന്നത്. റോഡില്ല. ഇതാണ് ഇവിടെ നാഷണൽ ഹൈവേ. ഇത്രയും ജനങ്ങൾ താമസിക്കുന്നിടത്ത് റോഡില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പരാജയമാണ് ഒരു രാജ്യത്തിന്റെ. നല്ല റോഡിന് വേണ്ടി നമുക്ക് എന്താണ് പ്രാർത്ഥിക്കാം. കാരണം ഇന്ത്യന്റെ സൗഹൃദ രാജ്യമാണല്ലോ. മൊത്തം എത്ര ദൂരം ഈ ഒരു വണ്ടി പോകേണ്ട, എത്ര ദൂരം ഈ വണ്ടി റിവേഴ്സ് എടുക്കണം, അതുവരെ നമുക്ക് ഈ വണ്ടി റിവേഴ്സ് എടുക്കേണ്ടി വരും. കാരണം നിങ്ങൾക്കറിയാം അശോക് ലൈലാൻഡിന്റെ വലിയൊരു ട്രക്കാണത്. നോക്കാം
സ്ക്രാച്ചാണ് കേട്ടോ. നേപ്പാളിലെ വണ്ടി എന്ന് പറഞ്ഞാൽ മൊത്തം സ്ക്രാച്ചാണ്, ടയറും ബോഡിയും മൊത്തം. കാരണം നിങ്ങൾക്കറിയാം, ഒരു വണ്ടി സൈഡ് വരുമ്പോൾ പാറക്കല്ലൊക്കെ കൂട്ടിമുട്ടിയിട്ടാണ് വണ്ടി ബാക്ക് എടുക്കുക. വളരെ റിസ്ക് പിടിച്ച കാര്യമാണ് കേട്ടോ. എത്ര കിലോമീറ്ററിന് ബാക്ക് എടുക്കണം എന്ന് ആർക്കറിയാം. കാരണം ആ വണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത്. നേപ്പാളിൽ നിന്നും താഴ്ന്ന് മേലോട്ട് വരുന്ന വണ്ടിയിൽ മൊത്തം ലോഡ് ഉണ്ടാവും. അപ്പോൾ ആ വണ്ടി ബാക്ക് എടുത്ത് പോകുമെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അതാണ് ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അടിയാവാറുണ്ട് കേട്ടോ, ചില ആൾക്കാർ നല്ലതുപോലെ അടിയാവും അങ്ങോട്ടും ഇങ്ങോട്ടും. കുറേ ദൂരം മുന്നിലെത്തുമ്പം അത്യാവശ്യം നല്ല റോഡുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വാഹനത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്ക് സംസാരിക്കുന്ന കാര്യങ്ങൾ അത്ര വൃത്തിക്ക് കേൾക്കത്തില്ല. സൈഡില് പൈൻ മരങ്ങൾ കണ്ടോ, പൈൻ മരങ്ങളുടെ സൗന്ദര്യം കാണാനാണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ. പുള്ളിക്കാരൻ അടിച്ച് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല റോഡിൽ സ്ഥലങ്ങളൊക്കെ ഉണ്ടാണ്, അത്യാവശ്യം കാണാൻ രസമുണ്ട്. ആ വണ്ടീന്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ, മൊത്തം ചളിങ്ങിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൂട്ടിയിടിയൊക്കെ ഇവിടെ സ്വാഭാവികമാണ്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിയൊക്കെ ഇവിടെ നല്ലതുപോലെ ഉള്ള സ്ഥലങ്ങളാണ്. വൈകുന്നേരം ആകുമ്പോൾ സുർക്കത്ത് എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. വ്ളോഗ് മൊത്തം കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമാണ് എൻ്റെ ഒരു ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ചെറിയ ചെറിയ ഉൾഗ്രാമങ്ങളാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. അത്യാവശ്യം ഞാനിപ്പം കയറിയ വാഹനത്തിൽ മൊത്തം ആൾക്കാർ ഫുള്ളായി കേട്ടോ. പുല്ലും ആടും പശുവും വരെ ഉണ്ട് ഞാനിപ്പം കയറിയ വാഹനത്തിൻ്റെ അകത്ത്. നിങ്ങൾക്ക് എന്താ മനസ്സിലാവും. അതായത് അത്യാവശ്യം ഫുള്ളായി കേട്ടോ. ഈ വാഹനത്തിന്റെ മുകളിൽ ആടിനൊക്കെ കൊണ്ട് ആൾക്കാർ കയറിയിട്ടുണ്ട്. ഇവിടെ അലൗഡാണ് കേട്ടോ വാഹനത്തിന്റെ മുകളിൽ ആൾക്കാർ കയറുന്നത്. എന്താണല്ലേ, ഞാനിത് ഇങ്ങോട്ട് വരുമ്പം എനിക്ക് ഈ ഒരു ഗ്രാമമൊന്നും കയറാൻ കഴിയില്ല. കാരണം ഞാൻ ലോറിക്ക് ലിഫ്റ്റ് അടിച്ചായിരുന്നു. ഇതുണ്ട് മൊത്തം പുല്ല് മേന വീടുകളാണ് കാണുന്നത്. ഈ വീട്ടിൻ്റെ ശൈലി കണ്ടോ, മൊത്തം പുല്ല് മേനതാണ്. ഇവിടെയൊക്കെ നോക്കിയേ, ഏകദേശം സുർക്കത്ത് അടുക്കാനായി തോന്നുന്നു. എനിക്കിത് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഈ ഗ്രാമം ഇറങ്ങാൻ വിചാരിച്ചാൽ എൻ്റെ സീറ്റ് പോകും, അതുകൊണ്ടാണ്. എന്താ ഐഡിയ ഒക്കെ, ടൂറിസ്റ്റും കൊണ്ട് വന്ന വണ്ടിയാണ്. പുള്ളിക്കാരൻ എന്താണ് പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടി പുല്ലരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇത്രയും ഇന്ന് വന്ന വണ്ടിയിലെ ആൾക്കാരാണ് കേട്ടോ. ഏകദേശം ഒരു 8-10 ആൾക്കാർ മാത്രമാണ് കസ്റ്റമർ കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു നല്ല സ്ഥലം കിട്ടിയപ്പോൾ എന്താണ് പുല്ലരിയാൻ ഇറങ്ങിയതാണ്. സംഭവം അടിപൊളിയാക്കിയിട്ടുണ്ട്. ഗാസ് ഇതൊക്കെ വണ്ടിയിലെ ആൾക്കാരാണ് കേട്ടോ. ഈ വണ്ടിയിലെ ആൾക്കാരെന്താണ് എന്നോട് പറയുകയാണേ, കല്യാണം കഴിക്കുന്നില്ലേ 15 വയസ്സിലും 16 വയസ്സിലൊക്കെ പെൺകുട്ടികൾ ഉണ്ടെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ് 15 വയസ്സിലും നമ്മളെ കേരളത്തിൽ പെണ്ണ് കെട്ടിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇവിടെ നമ്മളെ നാട്ടിൽ അലൗഡ് അല്ല. നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്ക്, 15 വയസ്സൊക്കെ കുട്ടികളെന്ന് പറഞ്ഞാൽ എന്ത് ചെറിയ കുഞ്ഞു മക്കളാണ്. അതുപോലെ ചിന്തിക്കുന്നില്ല നിങ്ങൾ. എൻ്റെ കേരളത്തിൽ അത് അലൗഡ് അല്ല കേട്ടോ. മാക്സിമം 20-18 വയസ്സാവണം എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കണമെങ്കിൽ. കാരണം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വരാം. എന്ത് ചോദിച്ചാൽ എന്ത് തെറ്റുള്ള കാര്യമാണ്. ചെറിയ കുഞ്ഞുങ്ങളല്ലേ, അങ്ങനൊന്നും പറയരുത്. എനിക്കൊരു താല്പര്യമില്ല പറഞ്ഞു. കാരണം ആ ഡ്രൈവറെ കണ്ടോ, ഡ്രൈവറെ മോളായിട്ടാണ് കേട്ടോ. ഫോൺ വിളിച്ചപ്പോൾ എനിക്ക് കൊണ്ട് തരുവാണ്. എന്തായാലും അവസ്ഥ കേട്ടോ, സത്യം എനിക്ക് വിഷമമായി പോയി. 15 വയസ്സിലെ കുഞ്ഞുങ്ങളൊക്കെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള പറയുമ്പോൾ എന്ത് മോശമാണല്ലേ. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം ഇതാണ്. താഴേക്ക് ഇറങ്ങുമ്പോൾ ഭക്ഷണത്തിന് പൈസ കുറഞ്ഞിട്ടുണ്ട്. വേറൊരു വണ്ടി കൂടി അവിടെ വന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ ചോറും കറി എല്ലാം കൂടി 250 രൂപ നേപ്പാൾ പൈസയാണ്. ചിക്കൻ ഉണ്ട് കേട്ടോ. കാരണം നല്ല വിശപ്പാണ്. താഴെ ഇറങ്ങുമ്പോൾ പൈസ കുറഞ്ഞുകൊണ്ടാണ് ഞാനിത് ചിക്കൻ കൂടി ആഡ് ചെയ്തത്. അല്ലാത്ത പക്ഷം ഈ ടോട്ടൽ കഴിക്കണം 400 രൂപ ആണ്. ഇവിടെ 250 രൂപ കിട്ടുന്നുണ്ട്. ഇവരെ ഞാൻ നല്ലപോലെ കഴിക്കും കേട്ടോ. ഇവരെ അനുഭവത്തോടെ നോക്കും. ഓക്കെ, താങ്ക് യു. ഇവിടുത്തെ കുട്ടികളാണ് കേട്ടോ കടയിലേക്ക് വർക്ക് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നേരെ കഴിച്ചു തുടങ്ങാം. ഭക്ഷണം അടിപൊളിയുണ്ട്. ഒരു മുട്ടി വെച്ചിട്ട് അത്രയും ടേസ്റ്റിയാണ്. ചിക്കൻ കണ്ടോ. സുഹൃത്തുക്കളെ, കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ പട്ടണം കാണുന്നത്. റൂം ഫ്രീ है? हाँ, रूम फ्री है. खाना सादा खाना कितना? सादा में 250. इधर बहुत महंगा है. അതായത് സിംഗിൾ റൂം തരാ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, കുറേ നാൾക്ക് ശേഷമാണ് ഞാനെന്താണ് സുർക്കത്ത് പറഞ്ഞ വലിയൊരു പട്ടണത്തിൽ എത്തുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡ് കേട്ടോ. എനിക്ക് നാളെ കഴിഞ്ഞ് വന്നാൽ സെയിം ലൊക്കേഷനിലൊന്ന് വന്നിട്ട് വേണം നാരായൺ ഘാട്ടിലേക്ക് പോകാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താണ്
നടത്തം എന്ന് പറഞ്ഞാൽ റിട്ടേൺ എന്ന് പറഞ്ഞ നടത്തം പോസിബിൾ അല്ല. നമുക്ക് ചെറിയ പൈസക്കാണ് ഇപ്പം ഞാൻ ആ വണ്ടിയിൽ വന്നത്. എൻ്റെ അടുത്ത് നിന്ന് 400 രൂപ മാത്രമേ വാങ്ങിയുള്ളൂ. ബാക്കിയുള്ള പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ 1000-2000 രൂപയ്ക്കാണ് പൈസ തരും കേട്ടോ. അതിലൊക്കെയാണ്, അതുകൊണ്ടാണ് ആ ഒരു വണ്ടി എടുത്തത്. എനിവേ കുറേ നാൾക്ക് ശേഷം വലിയ പട്ടണത്തിലെത്തുമ്പോൾ അതിൻ്റെ ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ സ്ഥലം നോക്കിയേ, സത്യം പറഞ്ഞാൽ എവിടെ എൻ്റെ മലകൾ, എവിടെ എൻ്റെ മരങ്ങൾ, എവിടെ നമ്മളെ കടുവ കരടിയൊക്കെ എവിടെ. ഈ ഒരു ഏച്ചിയാണ് കേട്ടോ കൂടെ വരുന്നത്. നാം ക്യാ സംബന്ധം അറിയാം, ഉടായ്പാണ്. കാരണം ഇവരെ കസ്റ്റമറിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് കേട്ടോ. ഞാൻ നോക്കും പോയിട്ട് റൂം ഫ്രീ ആണ്. നോർമലി സാധാ ഖാന 250 രൂപ കിട്ടുവാണെങ്കിൽ മാത്രം ഇവരെ കൂടെ പോകും കേട്ടോ. അല്ലാത്ത വർഷം പറ്റിപ്പാണ്. ഇങ്ങനെ കുറേ വരുന്നതാണല്ലോ. ഇതൊക്കെ നമ്മളിവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഓറഞ്ച് ഒക്കെ വിൽക്കുന്നുണ്ട്. ഓറഞ്ച് 10 പൈസ ഓറഞ്ച്. ഇവിടെയൊക്കെ കുറേ ഓറഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏറ്റ് വന്നോടെ എല്ലാവരോടും ഞാൻ ഇന്ത്യനാന്ന് പറഞ്ഞു. എന്തിനാ അറിയോ? പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ബജാർ ഏരിയകളിൽ വന്ന് നമ്മളെ കീശ കാലിയാക്കാൻ നോക്കും. ബാക്കിയൊക്കെ നമ്മളെ എക്സ്പീരിയൻസിൽ മാത്രമായിരിക്കും. ഇവിടെ ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുവാണ്. ഇവരെന്താണ് ഈ പറയുന്നത്? സീബ്ര ലൈൻ, സീബ്ര ലൈൻ. आपका इधर काम करता है? होटल है मेरा। आपका होटल है? आपका होटल में आपका नाम बोलिए। होटल में नाम, होटल में क्या करते हैं? और कहाँ है? केरला. केरला या. സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഇത്രയും ഒരു കൂട്ടം ജനങ്ങളെയൊക്കെ കാണുമ്പോൾ ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ സ്ഥലത്ത് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഈ ഹോട്ടൽ ബുൾബുൾ എന്ന് കണ്ടോ, അവിടെ ഒരു ചായക്ക് ഞാൻ ഇവിടെ ആദ്യം വന്നപ്പം എടുത്ത പൈസ എത്ര അറിയോ? 150 രൂപയാണ്. എനിക്ക് അറിയില്ലായിരുന്നു ഒരു ചായക്ക് എന്തിനാണ് ഇത്രയും പൈസ എടുക്കുന്നത്. പക്ഷേ കള്ളത്ര ഒരു വയ്യയില്ല ഏച്ചി, നമ്മൾ വിട്ടോളാം. പറ്റിക്കാൻ നോക്കുന്ന കേട്ടോ. ഇവർ റൂം എനിക്ക് സൗജന്യമായി തരുവാണെങ്കിൽ ഞാനിവിടെ നിൽക്കും. കാരണം ഭക്ഷണത്തിൻ്റെ പൈസ മാത്രമല്ല കൊടുക്കണ്ടു. അതാണ് ഞാനിങ്ങനെ ലൈവായിട്ട് ഒരു വിഷ്വൽ കൊണ്ടുവരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, നേപ്പാളിലെ സുർഖേത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗണാണ് കേട്ടോ. ഈ കാണുന്ന വലിയൊരു ടൗണാണ്. അത്യാവശ്യം നല്ലതുപോലെ ഡോക്ടർ, കളക്ടർ, MLA എല്ലാ ആൾക്കാരും ജീവിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് ഒരു നേപ്പാളിൻ്റെ ഒരു കേന്ദ്രമാണെന്ന് കൂടി പറയാം കേട്ടോ നമ്മൾ ഈ സുർഖേത്ത് എന്ന് പറയുന്നത്. എവിടെയാണോ കൂട്ടി പോകുന്നത്? സിംഗിൾ റൂമാണ്. ഭക്ഷണത്തിന് മാത്രമേ പൈസ കൊടുക്കേണ്ടത് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇവരെന്നോട് പറയുന്നത്. മട്ടൻ കഴിക്കണമെങ്കിൽ 350 രൂപ, ചിക്കൻ കഴിക്കണമെങ്കിൽ 350 രൂപ, ചോറിന് 250 രൂപ. അപ്പോൾ കല്ലും കൂടി എത്രയായി? 500 മേലെ ആയില്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്ലാൻ എന്ന് വിചാരിച്ചാൽ റൂം ഫ്രീ കിട്ടുവാണെങ്കിൽ ഒരു സാധാ ഖാന മാത്രം കഴിക്കും. എന്നിട്ട് വിടേണ്ട പരിപാടിയാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഇതെന്താണ്? ചിക്കനോ എന്തൊക്കെ കെട്ടി തൂക്കിയിട്ട് ദൈവ പന്നി ഇറച്ചിയാണല്ലോ. പോർക്ക് കഴിക്കുന്നുണ്ടല്ലേ? മട്ടൻ, പോർക്ക്, ചിക്കൻ ഒക്കെ കഴിക്കുന്നുണ്ടോ കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ. കുറേ ഹോട്ടൽസ് ഉണ്ട്. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ധാരാളം ആൾക്കാർ ഇങ്ങനെ നമ്മളെ കൂടെ പറ്റിക്കാൻ വേണ്ടി വരും. ഞാൻ ഇറങ്ങിയ പാടത്ത് തന്നെ എത്ര ആളറിയോ എന്നെ സ്കാം ചെയ്യാൻ നോക്കിയത്, എത്ര പൈസ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. ഞാനിന്ന് താമസിക്കുന്ന സ്ഥലം കാണിച്ചുതരാം. എനിക്ക് ഈ കടക്കാരുണ്ടോ, ഇവരെനിക്ക് താമസിക്കാനുള്ള സൗകര്യം ഫ്രീ ആയിട്ട് തരാം. പിന്നെ അത് മാത്രമല്ല, അവരോട് സംസാരിച്ചു. ഞാൻ ഇന്ത്യയിൽ നിന്നാണ് നടന്നു വരുന്നതൊക്കെ പറഞ്ഞു. അധികം പറ്റിക്കാൻ നിൽക്കരുത് പറഞ്ഞു. അപ്പം പറഞ്ഞു പറ്റിക്കില്ല, ഇന്ത്യ നമ്മളെ കൂട്ടുകാരെന്നൊക്കെയാണ് പറഞ്ഞത്. ആദ്യം ഒരാൾ കാണിച്ചു തരാം. आपका बेटा है? हाय. हाय. नमस्ते. नमस्ते. नाम बोलिए आपका? रतन सिंह विश्वकर्मा. होटल का नाम? विराज न्यू कालीकोट विराज होटल. പ്രോപ്പർ സുർഖേത്ത്. सुर्खेत. ഇതാണ് കേട്ടോ ഇവരെ സെറ്റപ്പ് എന്ന് പറയുന്നത്. സംഭവം അടിപൊളിയാണ്. ദീദി आपका वाइफ है? ഓക്കെ. मेरा मैं पिकअप करते हैं बस स्टैंड. ഞാൻ നിൽക്കുന്ന റൂം കാണിച്ചത്. ഇവിടെ ഇല്ലേ പല ടൈപ്പ് ഓഫ് റൂംസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് സെറ്റപ്പ് ഇവരെ. കുറേ റൂമുണ്ട്. ഞാൻ നിൽക്കുന്ന കാണിച്ചുതരാം. നമുക്ക് സൗജന്യമായിട്ടാണ് കേട്ടോ റൂം വന്നത്. ഇത് കണ്ടോ, ഇത് റൂം സൗജന്യമായിട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞത് നേപ്പാളിലൊരു സിസ്റ്റം ഉണ്ട്. ഇവരുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം നിർബന്ധമാണ്. ഇവർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാണെങ്കിൽ എത്ര ആൾക്കാർ ആക്മി എന്നാണ് പറയുക, എത്ര ആൾക്കാർ വന്നാലും അവർക്ക് താമസിക്കാനുള്ള റൂമിൻ്റെ സൗകര്യം ഇവർ ചെയ്ത് കൊടുക്കും. ഇത് കണ്ടോ, ഇതും സിംഗിൾ റൂം. എനിക്ക് ഈ റൂമാണ് ആദ്യം തന്നത്. അപ്പം ഇവിടെ വലിയ ഗ്യാപ്പ്. ഞാൻ പറഞ്ഞു വേണ്ട, ആരെങ്കിലും വന്ന സാധനം എടുത്തിട്ട് പോകാൻ അറിയില്ല. അപ്പം പറഞ്ഞു കൊണ്ട് പേടിക്കണ്ട, ഈ റൂം എടുക്കാൻ പറഞ്ഞു. ഇത് കണ്ടോ, ഞാൻ സത്യം പറഞ്ഞിട്ട് കേട്ടോ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു റൂം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗണ്ടൻ ഏരിയകളിൽ എടുക്കുന്ന അതേ പൈസക്ക് നിനക്ക് എടുക്കുക. അതായത് നോർമൽ ഭക്ഷണത്തിന് 200 രൂപ, ചിക്കൻ ആണെങ്കിൽ 350 രൂപ. അപ്പോൾ പഹാടി ഏരിയകളിൽ എടുക്കുന്ന അതേ പൈസയാണ് എൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ സുർഖേത്ത് എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിൽ വന്നിട്ട് ഞാൻ താമസിക്കുന്നത് ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ. വളരെ ഹാപ്പിയാണ്. കാരണം പറ്റിക്കപ്പെട്ടിട്ടില്ല. കാരണം ധാരാളം ആൾക്കാർ പറ്റിക്കാൻ വേണ്ടി വന്നായിരുന്നു, സ്കാം ചെയ്ത് വന്നായിരുന്നു. സുർഖത്ത് മാർക്കറ്റിൻ്റെ നൈറ്റ് ലൈഫാണ് ഈ കാണുന്നത്. ഇതൊക്കെ ബിരിയാണീൻ്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്.
കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ എൻ്റെ വ്ളോഗിൽ നിങ്ങൾ കാണുന്നുണ്ടാവുക. കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേ നാളായിരിക്കും. ബജാർ കുറവായിരിക്കും, ചെറിയ ചെറിയ ബജാറായിരിക്കും. സുർഖത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ബജാറാണ്. ഇവിടെ ഉണ്ട്, ഇവർ ഭക്ഷണം റെഡിയാക്കുന്നുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ക്രൗഡ് കണ്ടോ, ഭയങ്കര സൗണ്ടാണോ, ഒച്ചപ്പാടാണോ വാഹനത്തിൻ്റെ പി 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 പി. എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ എൻ്റെ യാത്രയിൽ ക്രൗഡ് ഏരിയകൾ. മൗണ്ടൈനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇവര് ഭക്ഷണം, ഒരു ഫാമിലിയെ പക്ഷേ ഇവരെന്തോ ഭക്ഷണം റെഡിയാക്കുന്നുണ്ട്. ഞാൻ ഇവരോട് ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മൾ യാത്രയിൽ അപൂർവ സർ ദീദിക്ക് ഭയങ്കര നാണക്കേട്. ഹായ്, ഹലോ ഹലോ ഹലോ. റൈസ് ലോക്കൽ ലോക്കൽ റൈസ് ലോക്കൽ തരക്കാരി local, pure local. ഓർഗാനിക് Yeah, ഷുവർ. സുൽപ്പത്തിന് ബജാർ ഐസ് ലോക്കൽ. Yeah. ഓക്കെ, പുള്ളിക്കാരൻ എന്താണ് ലോക്കലാണെന്നാ പറയുന്നത്. ഈസ് യുവർ സിസ്റ്റർ? Yeah. സിസ്റ്റർ Babu. ബാബു. ബാബു എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹത്തോടെ ലൗലിയായിട്ട് വിളിക്കുന്ന ഒരു പേരാട്ടോ ബാബു. ശരിക്കാണല്ലോ. വരട്ടെ വരട്ടെ, കാരണം നല്ല വിശപ്പാണ്. എന്താണ് വിശപ്പ് എന്ന് പറഞ്ഞാൽ മാരകമായ വിശപ്പാണ്. വരട്ടെ. നേരെ ഭാഷ പരിപ്പ് 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 കേരള. ചുറ്റിലുള്ള ആൾക്കാരൊക്കെ എന്നെ ലിസൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതോ കുരുപ്പൻ പാട്ട് വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടോ? ഈ ആൾക്കാരൊക്കെ എന്നെയാണ് ലിസൺ ചെയ്യുന്നത്. മീനിങ് എന്റെ ഭാഷ എന്നാണ് കേട്ടോ അട്രാക്ഷൻ. എന്റെ ഒരു സാധനം What's your name? Name? ചിത്രൻ. Chitran. ചിത്രൻ ചിത്രൻ രാമചന്ദ്രൻ. പാലക്ക് Pala. പാലക്ക്. ഓക്കെ, ഫിനിഷ്. Wait. അച്ചാർ. ഓക്കെ, സംഭവം. എൻ്റെ വ്ളോഗിൽ നൈറ്റ് ലൈഫും മാർക്കറ്റും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ വേസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. ഇതൊക്കെ കൂടി വരുന്ന പൈസ, നേപ്പാൾ പൈസ 300 രൂപയാണ്. 300 രൂപ പറയുമ്പം ഇന്ത്യൻ പൈസ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കക്കിരിക്കുണ്ടല്ലോ, എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡെക്കറേഷൻ. എനിക്ക് അറിയത്തില്ല, നോർമലി കിട്ടാറില്ല. എന്തായാലും ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുന്നതും കാര്യങ്ങളും ഉൾപ്പെടുത്തി നാളെ രാവിലെ തന്നെ ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് അടിക്കും കേട്ടോ. കാരണം ബജാർ ഏരിയ പിടിക്കത്തില്ല, മൗണ്ടൻ ഏരിയ എനിക്ക് അത്ര ഇഷ്ടമല്ല. അല്ല, മൗണ്ടൻ ഏരിയ ഇഷ്ടമാണ്, ബജാർ ഏരിയ മാക്സിമം സ്കിപ്പ് അടിച്ച് പോവാ. ഓക്കെ, വേറെ ചിക്കനും സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാം. ആൾക്കാരൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെ ക്യൂരിയോസിറ്റിയോടെ നോക്കുന്നത്? ഞാൻ വല്ല അന്യഗ്രഹ ജീവിയാണോ? വ്ളോഗ് ലെങ്ത് ആയ എന്നോട് ആരും ഒന്നും പറയരുത്, ക്ഷമിക്കണം. ചിക്കൻ കഴിക്കൽ വളരെ കുറവാണ് നേപ്പാളിൽ, എനിക്ക് അത്ര ഇഷ്ടമല്ല. നമ്മളെ കേരളത്തിലാണ് ഓക്കെ കേട്ടോ. പക്ഷേ എങ്ങനെയുണ്ടെന്നാണ് ചോദിക്കുന്നത്. ബടിയാ ബഹുത് മസ്ത്. അപ്പൊ എന്തായാലും ഞാൻ ഇത് കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് ഞാൻ അടുത്ത ഭാഗം ഇൻക്ലൂഡ് ചെയ്യാം. സുഹൃത്തുക്കളെ, ഞാൻ പോകുന്ന ബസ്സാണ് നാരായണഘാട്ടിലേക്ക്. ബൈജി, താങ്ക് യു. ഈ ഒരു പുള്ളിക്കാരൻ ഉണ്ടായത് നമുക്ക് സേഫായി സാധനങ്ങൾ വെക്കാന്നാണ് പറയുന്നത്. इधर सेफ है इधर? हाँ सेफ है कोई टेंशन नहीं. ओके, एक मिनट. कोई आ रहा है. साइड डिक्की नहीं है, साइड डिक्की नहीं है. ഈ ഒരു വണ്ടീന്റെ ഈ ഒരു സൈഡിലാണ് എന്റെ ബാഗ് വെക്കുന്നത് കേട്ടോ. എത്രത്തോളം സേഫ് ആണെന്ന് അറിയില്ല. ഇവിടെ വർക്കിംഗ് കച്ചറൊക്കെ കാണുന്നുണ്ട്. गाह्रो है. त्यही त अनि छिटो गर्नु भनेको त. यो त्यो माथिको उयो निस्किँदैन कि. भाई ये हैवी है. त्यो उयो नै निस्किँदैन कि. ब्लक
यो माथि कालीकोट कता चोरी गरिदियो अरे क्या अब बिचरा पैँतिस यात्रा गर्नु भयो केरलाबाट 1 वर्ष 3 महिना भयो अरे സാധനങ്ങളൊക്കെ ഈ ഒരു ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് വണ്ടീൻ്റെ. ഞാൻ പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കൈശം വെക്കാം. ഇവര് സേഫ് ആണെന്നാ പറയുന്നത്. ഭയ്യ സേഫ് ഗാഡിമേ സേഫ്. ബസ്സിന്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ നോക്കിയേ, ഞാൻ ആദ്യമായിട്ടോ ഇത്രയും വലിയൊരു ബസ്സിൽ കയറുന്നുണ്ട്. ബസ് യാത്രയിൽ വളരെ കുറവാണ്. നമ്പർ ഓക്കെ താങ്ക് യു. ദിസ് മേरा सीट है श्योर मसाला सिर्फ मसाला बोलेगो 10 ഓക്കെ സൈഡ് സീറ്റ് ഓക്കെ താങ്ക് യു ബൈ. ഇവിടെ പുള്ളിക്കാരുണ്ടായതുകൊണ്ട് നമുക്ക് പൈസയൊക്കെ കുറച്ച് കിട്ടിയത് വണ്ടീൻ്റെ. എന്തായാലും എൻ്റെ സീറ്റ് കൂടിയാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ വ്ളോഗ് കാണുന്നവരുണ്ടാകും. ഞാൻ ബസ് ജേണി വളരെ കുറവാണ്, മാക്സിമം യാത്ര ചെയ്ത് നടന്നുകൊണ്ടാണ്. പക്ഷേ എമർജൻസി സിറ്റുവേഷനിൽ വേഗം റിട്ടേൺ അടിക്കേണ്ടി വന്നുകൊണ്ടാണ് ബസ്സിൽ പോകുന്നത്. പിന്നെ ഇവിടുത്തെ ജനങ്ങളും നല്ലൊരു മനുഷ്യരുണ്ടായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെയാണ്. അപ്പം ഈ ബസ്സിൽ പോകുന്ന കാഴ്ചകളും ബോബിയേട്ടൻ്റെ അടുത്ത്, നേപ്പാളിലെ ബോബിയേട്ടൻ്റെ അടുത്ത് എത്തുന്ന കാഴ്ച ഞാൻ ഉൾപ്പെടുത്താം. आपको इधर काम करते हैं गाड़ी में क्या कंडक्टर है? नहीं हाँ कंडक्टर. ओके मेरा बैग नीचे में सेफ है सब सेफ है ഓക്കെ താങ്ക് യു. കൺഫേം ആക്കുന്നതാണ് കേട്ടോ. എന്തെങ്കിലും മിസ്സായാൽ നമുക്ക് പരാതി കൊടുക്കാൻ തെളിവ് വേണ്ട, അതിന് വേണ്ടിയിട്ടാണ്. വണ്ടി മെല്ലനെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിൽ മൊത്തം സൗണ്ടാണ്. അതുകൊണ്ട് ഞാൻ എന്താണ് നമ്മളെ വയർലെസ് മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. വയർലെസ് മൈക്ക് ഉപയോഗിക്കൽ വളരെ കുറവാണ്, പക്ഷെ ഇപ്പോൾ യൂസ് ചെയ്യുവാണ്. ഇതാണ് ബസ്സിൻ്റെ ഉള്ളു ഭാഗം കേട്ടോ. ഇത് നമ്മളെ മുന്തിരിങ്ങയില്ലേ, മുന്തിരിങ്ങ വിൽക്കാൻ വരുന്ന ആൾക്കാരാണ്. വണ്ടിനാക്കുമ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. വാഹനം മൊത്തം തിരക്കാണ്. ബാഗ് ഞാൻ പറഞ്ഞല്ലോ ഡിക്കിയിലാണ്, താഴത്തെ ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവരെ എന്താണ് ബസ് സ്റ്റേഷനാണ്. ബസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി പോവുകയാണ്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. സത്യം പറയാലോ ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാനിങ്ങനെ യാത്ര ചെയ്ത് ശീലമില്ലല്ലോ. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ബസ്സിലൊക്കെ പോകുന്നത് വളരെ കുറവാണ്. ഇങ്ങനെ എമർജൻസി സിറ്റുവേഷൻ എനിക്ക് റിട്ടേൺ പോകണമെന്ന് ബസ്സിലേ പോസിബിൾ ഉള്ളൂ. ടറായി ഏരിയ ആണ്, ഒടുക്കത്തെ ചൂടുമാണ്. മൗണ്ടൻ ഏരിയ വിട്ട് വരുമ്പം ഇതേപോലെ ബസ്സിന് പോകുമ്പം ഹെഡ് ഏക്ക് വോമിറ്റിംഗ് ഒക്കെ എനിക്ക് വരുന്നുണ്ട്. പിന്നെ ബസ്സിലെ ആൾക്കാരൊക്കെ ഇല്ല, നല്ലതുപോലെ തമ്പാക്ക് ചവക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ എന്താണ് ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് മൊത്തം. അതിൻ്റെ ഒരു ഇറിറ്റേഷൻ കൂടെ. പക്ഷേ ഇതൊരു ലൈഫാണ്. മൗണ്ടൻ ഏരിയ വിട്ട് താഴ്ന്ന പ്രദേശത്തൊക്കെ വരുമ്പോൾ വാഹനത്ത് പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നേപ്പാളിലെ ബസ്സിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത്. 1500 രൂപയാണ് ടിക്കറ്റ് വരുക, നേപ്പാൾ പൈസ. ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ആളാണ്, കടലാസ് മുടിച്ച് വരുന്നതുണ്ടോ. അവരെ കൈശാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്, നമ്മളെ ലിസ്റ്റ് ഉള്ളത്, എത്ര ആളാണ് വണ്ടിയിലുള്ളത്, അവരെ ടിക്കറ്റിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ. സുഹൃത്തുക്കളെ അങ്ങനെ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ചിത്തോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. ചിത്തോൺ ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. അവിടുത്തെ നാരായൺഘാട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. എൻ്റെ ബാഗിൻ്റെ അവസ്ഥ ഉണ്ടോ, ഒരു ദിവസം എൻ്റെ ബാഗ് എടുത്ത് ഈ വണ്ടിയിൽ വെച്ച ശേഷം വണ്ടീൻ്റെ കളറും എൻ്റെ ബാഗിൻ്റെ കളറും ഒരേപോലെയാണ് കേട്ടോ. അതായത് മൊത്തം പൊടിയാണ്. റോഡ് പറഞ്ഞ സംഭവം ഇവർക്കില്ല. എൻ്റെ ദൈവം, ഇത്രയും വലിയൊരു പട്ടണമാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ എൻ്റെ യാത്രയിൽ ഇതേപോലെയുള്ള വലിയ വലിയ പട്ടണങ്ങൾ കാണുന്നത്. ഏകദേശം മൊത്തം എൻ്റെ മൊത്തം പൊടിയിൽ കുളിച്ചിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട്. പിന്നെ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോബിയേട്ടൻ എന്ന് പറഞ്ഞൊരു മലയാളി ഉണ്ട്. പുള്ളിക്കാരനെ വിളിക്കണം, എന്നിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് പോകണം, ഒന്ന് കുളിക്കണം, റെസ്റ്റ് എടുക്കണം. അതൊക്കെയാണ് കിട്ടുമോ ആദ്യം നോക്കണം വിളിച്ചിട്ട് കേട്ടോ. ഇതാണ് നാരായൺഘാട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. എന്ത് വലിയൊരു ഏരിയ ആണ് നോക്കിയാൽ. ഈ ബസ്സിലൊക്കെ വരുന്നത് സേഫ് അല്ല കേട്ടോ. നമ്മുടെ സാധനങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ കോലം കണ്ടോ, മൊത്തം പൊടിയായി. ഞാൻ നടന്നപ്പോൾ ഇത്ര പൊടിയാവാറില്ല, പക്ഷെ വാഹനത്തിൽ വന്നിട്ട് മൊത്തം പൊടിയായിരിക്കുവാണ്. ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ ഞാൻ കയറിയിട്ടുണ്ട്. ഒരു ബയ്യാണ്. സത്യം പറയാൻ ഒരു ഡിഫറെൻറ്റ് ലൈഫാണ് കേട്ടോ. മൊത്തം മാറിയിരിക്കുകയാണ്. മലമുകളിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് അറിയില്ല. കാരണം പട്ടണ ഏരിയ അല്ല, എവിടെ പോകണം. ഞാനിപ്പം ബോബിയേട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, ബോബിയേട്ടൻ്റെ വീട്ടിലേക്ക്. നമുക്ക് നോക്കാം. ഭയ്യ നമസ്തേ. ഓട്ടോറിക്ഷ കേട്ടോ. ഞാനെൻ്റെ ഓട്ടോറിക്ഷ ഇരിക്കുന്ന രീതി ഉണ്ടോ, എൻ്റെ വലിയ ബാഗായതുകൊണ്ട് പാകം പോലെ ആവുന്നില്ല കേട്ടോ. ഇങ്ങനെ ഇരിക്കുവാണ്. പ്രോപ്പർ നാരായൺഘാട്ട് ടൗണാണ് കേട്ടോ. ചിത്തോൺ ജില്ലയാണ്. ചിത്തുവാൺ എന്ന് പറയും ജില്ലേൻ്റെ പേര്. നാരായൺഘാട്ട് എന്ന് പറഞ്ഞ ഒരു പട്ടണം. ബാക്കി കാഴ്ചകൾ നമുക്ക് ബോബിയേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം. സുഹൃത്തുക്കളെ, ഫൈനലി ഞാൻ നേപ്പാളിൽ താമസിക്കുന്ന ഒരു മലയാളി ഉണ്ട് ഇവിടെ. ബോബിയേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു കേട്ടോ. ഈ കാണുന്നൊരു ബിൽഡിംഗ് ഉണ്ടോ, ഇതിൽ താഴത്തൊരു മുറിയാണ് തോന്നുന്നു ബോബിയേട്ടൻ്റെ. നമുക്ക് എന്തായാലും ബോബിയേട്ടനോട് കൂടുതൽ സംസാരിക്കാം. ഇത് ഇവിടുത്തെ വണ്ടിയും സെറ്റപ്പാണ് കേട്ടോ. ഇത് വളരെ ഹാപ്പിയാണ്. കാരണം നേപ്പാളിൽ ഒരു മലയാളി താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ചില കാര്യമല്ലല്ലോ. ബോബിയേട്ടാ നമസ്കാരം. കേരളത്തിൽ നമ്മുടെ ചിത്രൻ ഇവിടെ ഉണ്ട്.
അപ്പൊ ചിത്തറിന്റെ ഞങ്ങളുടെ വീട്ടിലേക്ക് ജോസഫ് സാർ ഈസ് ഓൾസോ ഹിയർ ടു വെൽക്കം ഹിം. ജോസഫ് സാർ ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. He does not speak Malayalam. He speaks only English, Hindi, Nepali. So maybe I am sure that you will be able to communicate with him. ഓക്കെ. ബോബേട്ടിന് ഇവിടെ എത്ര കൊല്ലായി? ഞാൻ 15 കൊല്ലായി. 15 വർഷം നേപ്പാളിൽ ഈ ഒരു സ്ഥലത്ത് ചിത്വാൻ ജില്ലയിൽ ഈ വീട്ടിൽ 10 കൊല്ലായി. ഈ വീട്ടിൽ 10 കൊല്ലായി. രണ്ടുപേരും ജോസഫ് സാർ ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് മൈ ഹൗസ്. അതൊന്നും വേണമെങ്കിൽ കാണിച്ചു കൊടുത്തേ. അതാണ് അതായത് മലയാളികൾ വന്നാൽ വെൽക്കം ചെയ്യുന്ന ആളാണോ? ജോസഫ് സാർ തൊട്ടപ്പുറത്താണ്. ഇവിടെ ഒറ്റക്കാണ് താമസിക്കുന്നത്. ഇവിടെ അല്ല അല്ല വീടിലും ജോസഫ് സാറും കൂടി കാണാറുണ്ട്. Yes, Joseph sir is he was working in school. He was working in boarding school. School teacher. English teacher. He was English teacher retired. Okay, sir, okay. Now he is helping us. ഓക്കെ. ഇതാണ് വീടിന്റെ ഉള്ളുഭാഗം അല്ലേ? ഇതാണ് വീടിന്റെ ഭാഗം. പ്രിന്റിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. അടുക്കളൊക്കെ വേണമെങ്കിൽ കാണിച്ചു കൊടുത്തു. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ മരുന്ന് മലയാളികൾക്ക് ഇവിടെ ഒരു പൈസ പോലും തരാണ്ട് ഫ്രീ ആയിട്ട് താമസിക്കാം. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. ധാരാളം മലയാളികൾ വരാറുണ്ടല്ലേ? കഴിഞ്ഞ ആഴ്ച 40,000 രൂപ ഒന്നുമില്ല. 40 പേര് ഈ വീട്ടില്? 40 രൂപ ഈ വീട്ടിലല്ല, അവരവിടെയൊക്കെ താമസിച്ചു. അതിനെ പറ്റിയെന്ന് വെച്ചാൽ അന്ന് അവരെല്ലാരും ഞങ്ങൾ ഇവിടെ പോയി കാളിഞ്ചോക്കി പോയി. കാളിഞ്ചോക്കി പോയി കഴിഞ്ഞപ്പോ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് ഉണ്ടായിരുന്നു. മൈനസ് അല്ലേ? മൈനസ് ആണ്. അപ്പൊ കാലാവസ്ഥ എല്ലാവരും എഫക്ട് ചെയ്തു. ഓക്കെ. അത് ജോസഫ് സാർ ഓൾസോ നൗ ഹി ഈസ് ഗെറ്റിംഗ് റെഡി. മൈസെൽഫ് ഓൾസോ ഇറ്റ് ഈസ് കംപ്ലീറ്റിംഗ്. എങ്ങനെയാണ് മലയാളി ഭക്ഷണമാണ് ആക്കോ? കപ്പയിരിപ്പുണ്ട്, അരിയിരിപ്പുണ്ട്, അച്ചാറുകൾ ഇഷ്ടംപോലെ. പൂളയല്ലേ? ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ച്? അത് ഇവിടെ നടന്നുകൊണ്ടിരുന്നാണ്. ഓക്കെ. എന്തൊരു അടിപൊളിയാണ് കേട്ടോ ഇവരുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഭയങ്കര കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട്. വരുന്നവർക്ക് തുണി അടിക്കുന്ന സൗകര്യമുണ്ട്. ട്രെയിൻ യാത്ര ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും തുണിയൊക്കെ മുഷിഞ്ഞ് ആ സുഖമായിട്ടായിരിക്കും വരുന്നത്. ഇത് കൃഷിയാണോ? ഇത് തക്കാളി കൃഷിയല്ലേ? തക്കാളി, മല്ലിയില, ചോളം. അടിപൊളി. ഇത് കുയിലാണോ? വെള്ളം അതില് വെള്ളമുണ്ട്, കിണറുണ്ട്, മോട്ടറുണ്ട്, പഞ്ചായത്തുകളുണ്ട്. സംഭവം അടിപൊളി കേട്ടോ. ഭയങ്കര ക്ലീൻ ആണ് കേട്ടോ പരിസരം കാര്യങ്ങളൊക്കെ. ഏതാ പവിഴാണോ? അപ്പൊ നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ നേപ്പാളില് കേരളത്തില് ഭക്ഷണം കിട്ടില്ല. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാം. യാതൊരു ടെൻഷനും ഇല്ല. സ്വന്തം വീട് പോലെ കണക്കൂട്ടി ഉണ്ടാക്കി കഴിക്കും. പിന്നെ ഞാൻ രണ്ട് ഫാമിലി വന്നേ. പാലായിന്ന് ഒരു ഫാമിലിയും പിന്നെ തിരുവനന്തപുരത്ത് ഹസ്ബൻഡ് വൈഫ് ചിൽഡ്രൻ ആര് വേണമെങ്കിലും വരുന്നുണ്ട്. ഒരു കൊച്ചിന്റെ 1ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിട്ട് അവർ ഏപ്രിൽ 3-ാം തീയതി വരുന്നുണ്ട്. മാർച്ച് 21-ാം തീയതി എറണാകുളത്ത് നിന്ന് ലേഡീസ് ഓൺലി 11 പേര് വരുന്നുണ്ട്. എല്ലാവരും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. പോകേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോ എല്ലാവർക്കും. ഞാനൊരു ട്രാവൽ ഏജന്റ് അല്ല, ടൂർ ഓപ്പറേറ്റർ അല്ല. അറിയാവുന്ന എല്ലാം പറഞ്ഞു കൊടുക്കും. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് വില്ലേജിൽ പോകണമെങ്കിൽ അത് കാണിച്ചു കൊടുക്കും. നാഷണൽ പാർക്ക് നിയർ ബൈ ലൊക്കേഷൻ ഒക്കെ കാണിച്ചു കൊടുക്കും. പോകേണ്ട സ്ഥലങ്ങൾ എവിടെയാണ് കാണിച്ചു കൊടുക്കും. ഓക്കെ. എന്തായാലും സംഭവം അടിയല്ലോ കേട്ടോ. ഇതേതാ ബൊഫേല് ദൂതാണോ? മോമോ ഉപ്മാവ്. ഇത് നാട്ടിലത്തെ റവയാണോ? ഓക്കെ. ഉപ്മാവുണ്ട്. Sir, what is your good name? Joseph Chetri. Joseph Chetri. I am from Darjeeling. Darjeeling. West Brahman caste. Brahmin caste. West Bengal. Okay. എന്നാലും കൂടുതൽ കാഴ്ചകളൊക്കെ നമ്മള് വഴിയിൽ വരുന്ന എല്ലാ കാഴ്ചകളും കൂടെ കൊണ്ടുവരും. തൽക്കാലം ബോബേട്ടിനോട് പോകണ്ടത്. ബാങ്കിൽ പോകണം. എനിക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ശരിയാവട്ടെ. ഞാൻ ജർമ്മനിക്ക് പോകണേ. പോകണം. പുള്ളിക്കാരൻ ഭയങ്കര ബിസിയാണ് കേട്ടോ. മലയാളി വരുമ്പോ അവരെ കൂട്ടിക്കൊണ്ടുവരണം. അതിനിടയിൽ കാര്യങ്ങളൊക്കെ നോക്കണം അല്ലേ? ഇതാണ് കഴിക്കാൻ പോകുന്ന ഭക്ഷണം. ഇത് നമ്മള് സാറുണ്ടാക്കിയ നമ്മള് വറവെന്ന് പറയാം അല്ലേ ബോബേട്ടാ? ബീൻസ് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയ വറവാണ്. പിന്നെ കാണുന്ന മൊത്തം കേരളത്തിലാണ്. ഇത് മീനച്ചാറാണല്ലേ? മീനച്ചാറ്, പിന്നെ പുളിങ്കുടി അങ്ങനെയല്ല പറയാ, പുളിഞ്ചമ്മന്തിയാണ്. ഇത് നമ്മളെ നാരങ്ങ അച്ചാറ്. എന്തായാലും വളരെ ഹാപ്പി ആയിരിക്കുന്നു. പിന്നെ പരിപ്പാണ്. ബോബേട്ടനോട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ചിത്രത്തിന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് വണ്ണമൊക്കെ ഒപ്പിച്ച് വിടണം. ഇവിടെ എല്ലാ മലയാളികളും അതേപോലെ തന്നെ ചെയ്യട്ടെ. ഞങ്ങള് ഇവിടെ വന്നാൽ കൊടുക്കുമല്ലേ മലയാളി? ചിത്രം നല്ല ആരും വന്നു കഴിഞ്ഞാൽ ഇവിടെ സൗജന്യമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. എല്ലാവരും ഹാപ്പി ആവും വന്നാല്. കപ്പയുണ്ട്, കഞ്ഞിയുണ്ട്, എല്ലാം കഴിക്കാം. കാരണം ഈ ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ട് കുറെ പേര് വരുമ്പോൾ ഈ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ? തീർച്ചയായും കപ്പയാണ് അതിലൊരു ഹൈലൈറ്റ് കേട്ടോ. എന്തായാലും ഇന്നത്തെ ഭക്ഷണം ആരും പോരെ. തീർച്ചയായും. കറക്റ്റ് ലൊക്കേഷൻ ചിത്വൻ ജില്ലയില് നാരായൺഘട്ട് എന്ന് പറയാം. ഇത് നമ്മുടെ വീട് ശരിക്കും ഇരിക്കുന്ന ട്രാൻസിറ്റ് പോയിന്റ് എന്ന് പറയാം. ഇവിടുന്ന് പൊക്കറയ്ക്ക് പോണെങ്കിലും, കാഠ്മണ്ഡു പോണെങ്കിലും, ലുംബിനി പോണെങ്കിലും, സിക്കിം പോണെങ്കിലും, കൽക്കട്ട, ബീഹാർ ഒക്കെ പോണെങ്കിലും, കാഠ്മണ്ഡു പോണെങ്കിലും ഇവിടെ വന്നിട്ട് പോവാം. എല്ലായിടത്തേക്കും ബസ് കിട്ടും. ചിത്വൻ ജില്ല, നാരായൺഘട്ട്. ഇത് ഗണ്ഡകിയാണ് പ്രൊവിൻസ്. ഇത് ബാഗ്മതി പ്രൊവിൻസ്. ഓക്കെ. അത് എത്ര നമ്പർ എത്രയാണ്? ബാഗ്മതി 3-ാം പ്രദേശമാണ്. ഓക്കെ. എന്തായാലും നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുവാണ്.
ഇവിടുത്തെ റൂം കണ്ടോ, എത്ര കട്ടിലാണ് നോക്കിയേ. ഇവിടെ സത്യം പറഞ്ഞാൽ 2 ആൾക്ക് കിടക്കാം, ഇവിടെ വേണമെങ്കിൽ 4-5 ആൾക്ക് കിടക്കാം, ഇതിൽ 2 ആൾക്ക് കിടക്കാം. മലയാളികളൊക്കെ വന്ന നല്ല സ്നേഹമാണ്. ഇവിടെ ഒരു സാറ് കൂടിയുണ്ട്, സാറ് വെസ്റ്റ് ബംഗാളിലാണ്. എന്നോട് കുറേ സംസാരിച്ചാണ്. എന്ത് ഇൻട്രസ്റ്റിംഗ് ആണ് അറിയോ. ഞാൻ സത്യം പറഞ്ഞ് ഈ മലയോര മേഖല നടന്ന് തളർന്ന് നിൽക്കുമ്പോൾ, ബോറടിച്ച് നിൽക്കുമ്പോൾ മൊബൈലിൽ പാട്ടൊക്കെയാണ് കേൾക്കുക. എൻ്റെ ബാഗ് വെച്ചിട്ടുണ്ട്, ഞാൻ അത് മാറ്റിയിട്ട് പോലും ഇല്ല. അതിനർത്ഥം എന്താണ്, എൻ്റെ കൂടെ ഈ സാറുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ എന്താണ് ഭക്ഷണം വിളമ്പി തന്നെ എനിക്ക് പാല് തന്ന് കുടിച്ചു. പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചു. ഇപ്പോൾ സാറ് വേറെ പാത്രം കഴുകുവാണ്. എന്തായാലും തുണിയാണ് ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ തുണിയും കാര്യങ്ങളൊക്കെ അലക്കിടേണ്ട പ്ലാനിങ് കേട്ടോ. ദിസ് എ നെയ്ബർ സർ? ദിസ് എ നെയ്ബർ? Yes, all neighbor. ഓൾ നെയ്ബർ. ഓക്കെ, ഫ്രണ്ട്ലി നെയ്ബർ ടോട്ടലി. എന്താ സംഭവം ഇതുണ്ടോ, നമ്മുടെ നാട്ടിലത്തെ പൂളയാണ്, കപ്പല്ലേ. സാർ യു ലൈക്ക് ദിസ് വൺ? Yeah, I like. നമ്മളെ കപ്പല്ലേ പൂള എന്ന് പറയും. ടോട്ടലി ലൈക്ക് കേരള ഫുഡ്. Yes, it is. I like that one. ഓക്കെ, വിച്ച് ടൈം യു വിസിറ്റ് ഇൻ കേരള? Which month or which year? Sorry? Which year visit Kerala? In the month of February. February, last February. Yeah, we started on 29th of January Okay. and we returned from Kerala on 5th of February. You like Kerala? Yes, I like Kerala very much. Yeah. Once again, I am planning to visit that place Okay, sir. Thank you. if I get time. Okay, thank you. Yeah. അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ബോബിയേട്ടൻ്റെ അടുക്കളയും കാര്യങ്ങളൊക്കെ. പുള്ളിക്കാരൻ്റെ മാരക ബിസിയാണ് കേട്ടോ, നിന്ന് തിരിയാൻ സമയമില്ല. മലയാളികൾ വന്നാൽ അവർക്ക് യാത്ര എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇവിടെ താമസിക്കാൻ സൗജന്യം കേട്ടോ, ഭക്ഷണവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. പക്ഷേ പുള്ളിക്കാരൻ ട്രാവൽ ഗൈഡോ ഒന്നുമല്ല. ഇവിടെ വരുന്ന ആൾക്കാരെ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു, ഓരോ സ്ഥലങ്ങളിലാക്കുന്നു. നിങ്ങൾക്ക് റൂം വേണ്ടവർക്ക് എവിടെയാണോ റൂം വേണ്ടത് അതൊക്കെ പുള്ളിക്കാരൻ കാണിച്ചു തരും കേട്ടോ. പോകേണ്ട സ്ഥലങ്ങളും അടുത്തുള്ള ഗ്രാമങ്ങൾ വരെ. എന്തായാലും കൂടുതലുള്ള കാഴ്ചകളൊക്കെ കൊണ്ടുവരാം കേട്ടോ മൊത്തം അങ്ങോട്ടേക്ക്. ഓക്കെ, രണ്ട് മാങ്ങയാണ് ഇവിടെ സാറ് ഫുഡ് ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. Rice. റൈസ് ഒരു രക്ഷയില്ലാത്ത അച്ചാർ കേട്ടോ. മാങ്ങ അച്ചാറല്ലേ? അല്ല, ഇത് മീനച്ചാറ്. ഇതാണ് മീനച്ചാറ്. Yes, sir. This. Okay. Okay. Sorry. Okay. ഇത് സാറാക്കിയതാണോ ചിക്കൻ? ഇത് പുള്ളിക്കാരൻ എന്താണ് ചിക്കൻ കറി ആക്കിയതാണ്. നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കും കേട്ടോ പുള്ളിക്കാരൻ. ഇന്റർനാഷണൽ ഷെഫ് ജോസഫ് സാർ ഫ്രം ഡാർജിലിംഗ്. ഇന്റർനാഷണൽ ഷെഫ്. എൻ്റെ കേട്ടോ മീനച്ചാറ്. ഇത് രാത്രി ഫുഡാണ്. മലയാളികൾ വന്നാൽ ഇവിടുന്ന് കിട്ടുന്നതാണെന്നല്ലേ? അതെ, മലയാളികൾ ധൈര്യം പോലെ നാട്ടിൽ നിന്ന് വരുമ്പോ മീനച്ചാറ് കൊണ്ടുവന്നേ. മീനച്ചാർ എന്തെങ്കിലും അച്ചാറൊക്കെ കൊണ്ടുവന്നു കണ്ണിമീനച്ചാറുണ്ടോ? തന്നെ, കാരണം ഇപ്പൊ എല്ലാം കിട്ടി. ഇനി സിറ്റി നല്ല പോണ്ടേ. ഇത് കണ്ണി വാങ്ങിയാണോ? അത് കണ്ടിമണിയല്ല, ഇത് സാധാരണ വാങ്ങാം. അത് കിട്ടി. ചോദ്യം മതി. കൊറേ നാളത്തേക്ക് കഴിക്കുന്നില്ല അച്ചാർ, ചിലപ്പം വയസ്സിന് പിടിച്ചേക്കാം. ബോബിയൊക്കെ കുക്ക് ചെയ്യാറില്ല? ഞാൻ എന്താ ചെയ്യും. ഇന്ന് സാറാണ് കുക്ക് ചെയ്തത്? മാറി ചെയ്യും. കേരള ഭക്ഷണം കഴിക്കുന്ന പുള്ളിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കും. ഈ പൂളി ആരാണ് കുക്ക് ചെയ്യുക? ജോസഫ് സാർ അതൊക്കെ പുള്ളി പഠിച്ചതേ. എന്തായാലും asking who will cook tapioca. I told Joseph sir will cook. When you want to eat Kerala food, we will cook Kerala food. ഇതാണ് പുള്ളിക്കാരുണ്ടാക്കിയ ചിക്കൻ കറിയാണ്. ഇത് നമ്മുടെ നാട്ടിൽ പോയതല്ലേ പവിത്രം? തേനാണോ? അപ്പൊ ഇത് നേപ്പാളി തേന. ഏതാണോ നല്ലത്? രണ്ടും കുഴപ്പമില്ല. നേപ്പാളി തന്നെ ഇച്ചിരി നല്ലത് എനിക്ക് തോന്നുന്നു. ഒറിജിനൽ അല്ലേ? ഓക്കെ. കാരണം നമ്മുടെ വില്ലേജിന് നല്ല ഇത് കിട്ടുവേ. എനിക്ക് ഒഴിച്ചു എടുത്തു ഒരു കുഴപ്പമില്ല. ഒഴിച്ചു എനിക്ക് എങ്ങനെയാണ് അളവും കാര്യങ്ങളും? ഒരു കുഴപ്പമില്ല, നമ്മൾ 3 പേരുണ്ട്, ആവശ്യം പോലെ എടുത്ത് കഴിക്കാം. നോക്കാൻ പിടിക്കാനില്ല. ഓക്കെ. ജോസഫ് സാറാക്കിയ ചിക്കൻ കറിയാണ്. ഇത് ഗ്രേവിയാണ് ആക്കിയല്ലേ? ഓക്കെ. കഴിച്ചു തുടങ്ങിയോ? നാളെ ചിലപ്പോ നാളെ ചിലപ്പോ ഒരു മലയാളി ചേട്ടൻ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഫെബ്രുവരി മാർച്ച് 21-ാം തീയതി 14 പേര് വരാൻ. തനിച്ചാണ് 14 പേര് വരാണ്. 14 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ബഹളും ഒറ്റപ്പാടും കുപ്പീന്റെ എണ്ണം കൂടുവോ? ഫാമിലി മൊത്തം? ഓക്കെ. എന്നാൽ നമുക്കിത് കഴിച്ചു തുടങ്ങാം കേട്ടോ.
ബോട്ടിലല്ലേ ഇത് ഇവിടെ കുടിക്കുന്നതാ ഇവിടെ ഓരോരുത്തരും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുടിച്ചാ മലയാളികൾ വന്നത് മലയാളികൾക്ക് കൊണ്ടുവരും. ഓ നാട്ടിൽ സംഭവമാണോ ആ നാട്ടിൽ നിന്ന് ദുബായ്, ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യയിലൊക്കെ വരുന്നവർ എയർപോർട്ടിൽ നിന്ന് ഇതൊക്കെ നാട്ടിലത്തെ മദ്യക്കുപ്പികളാണല്ലേ ആ അപ്പൊ നല്ലൊരു നാട്ടിലില്ല. അതൊക്കെ എയർപോർട്ടിൽ നിന്ന് ഇവിടൊക്കെ ഫേമസ് ആണ്. 848 8,000 എവറസ്റ്റിന്റെ ഉയരം. ഇത് ഈ ബോട്ടിലുണ്ടോ? ആ. ഇത് ഇവിടുത്തെ ഫേമസ് മീറ്റർ അതെ. പിന്നെ ഇത് നമ്മുടെ ദുബായിൽ നിന്ന് വന്നത്. ഇത് ഡൽഹിയിലെ ഒരു ടീം വന്നു പാടിയുന്ന. ഇത് ബഹ്റൈൻ. ഇതൊക്കെ എക്സ്പെൻസീവ് ആണോ? 848 നമ്മുടെ ഫുൾ ബോട്ടിലിന് 2150 രൂപ നേപ്പാളി. നമ്മുടെ 1300 രൂപ. ഇന്ത്യൻ പൈസ കുറവാണ്. ഏകദേശം ഒക്കെ അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെയാണ്. ആ. പിന്നെ അത് ഗോൾഡൻ റോക്ക്, അത് വില കുറവാട്ടോ. ഹിമാലയൻ ബ്രാൻഡി, സർവീസ് മലയാളികൾ കൊണ്ടുവന്നെയാണ്. എല്ലാം മലയാളീസ് ഇവിടെ വന്നിരുന്നായിരിക്കും. അതിന് പുറമെ ഞങ്ങൾ ഇവിടെ നാടൻചാരായും ഇവിടെ തൊട്ടടുത്ത് കിട്ടും. ഞങ്ങൾ മേടിച്ച് കഴിക്കും. ലിറ്ററിന് എത്ര 150 രൂപ കണ്ടുള്ളൂ. ഇവിടെ ആ അപ്പൊ മലയാളികൾക്ക് ആഘോഷമാണല്ലേ? ആ അത് നല്ല സാധനം കേട്ടോ. അറിയാതെ ലോക്കൽ കിട്ടുമല്ലോ ഇവിടെ ഗ്രാമത്തിലൊക്കെ. എവിടെ കിട്ടും. അത് അടിപൊളിയാണ് കണക്കിന്. മദ്യമൊക്കെ കഴിക്കുന്നവർക്ക് ഒന്നും പേടിക്കണ്ട അല്ലേ? മദ്യം കഴിക്കുന്നവർക്കൊക്കെ ഇവിടെ നല്ലത് കിട്ടും. ആ പ്യൂർ സാധനം കിട്ടും. നമ്മൾ സാറ് കഴിക്കോ? മദ്യം കഴിക്കോ? സാറ് ആശാനാണോ? ഓക്കെ. എന്തായാലും ലക്കാണ് കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾ കാണാൻ ഞാൻ തനിച്ചുള്ളതും പിന്നെ ഗ്രാമവാസികളോടൊപ്പമുള്ള വീഡിയോസ് മാത്രമാണ് വരിക. ഇത് കുറച്ച് വ്യത്യാസമായി കേട്ടോ. വണ്ടിയിൽ വരുന്നു, ഇവിടെ ഇറങ്ങുന്നു, ഇവരുടെ കൂടിയുള്ള വീഡിയോ, ഭക്ഷണം ഉണ്ടാക്കുന്നു, കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ബോബി ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഇപ്പോൾ ഉള്ളത് വലിയ ദൂരത്താണ് കേട്ടോ. കാക്കരബൂട്ട എന്ന് പറയും. കാക്കരബൂട്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സംസ്ഥാനമായ വെസ്റ്റ് ബംഗാളിൻ്റെയും നേപ്പാളിൻ്റെയും ബോർഡർ ലൊക്കേഷനാണ്. ആയിട്ടില്ല, അതിൻ്റെ ഒരു വ്ളോഗ് വേറെ നിന്ന് കൊണ്ടുവരും കേട്ടോ. കാക്കര വീട്ടിലേക്ക് വന്നതും ജോസാർ, ബോബിയേട്ടൻ്റെ കൂടെ ജോസഫ് സാർ കണ്ടായിരുന്നോ? അവരുടെ സഹായത്തോടു കൂടി ഒരു നല്ല ബസ്സിൽ കയറ്റി എന്നെ ഒരു ബോർഡർ ഭാഗത്ത് എത്തിച്ചിട്ടുണ്ട്. അതായത് നേപ്പാളിലെ വീഡിയോ എൻ്റെ കഴിയാനായെന്ന് പറയാം കേട്ടോ. ഞാൻ നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്നൊരു വ്ളോഗ് വേറെ കൊണ്ടുവരാം. ഇതെൻ്റെ ബാഗും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ തുണി വരെ അലക്കിയിട്ടുണ്ട്. വന്നവിടെ തുണിയും കാര്യങ്ങളൊക്കെ മുകളിലൊക്കെ ഉണ്ടോ, തുണി അലക്കിയിട്ട് അവിടെ അലക്കിയിട്ട്. കാരണം എല്ലാം മണ്ണായിരുന്നു, ഷൂ വരെ മണ്ണാണ്. കാരണം റോഡിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. അപ്പം ബോബി ഏട്ടൻ്റെ അവിടെ പോയൊക്കെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നു കേട്ടോ. ഏകദേശം 1 കൊല്ലത്തിന് മുകളിലാണ്, 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു മലയാളിൻ്റെ അടുത്തിരുത്തി ഞാൻ സംസാരിക്കുന്നത്. ഫോണിലൊക്കെ ആൾക്കാർ സംസാരിക്കുക, അതൊക്കെ സന്തോഷമാണ്. ഇതാണ് ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ ഉള്ളുഭാഗം. ഇപ്പം ബോബി ഏട്ടൻ്റെ അടുത്തല്ല, അവിടെ നിന്ന് പോയി കേട്ടോ. രാവിലെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് 6 മണിക്ക്. അതിൻ്റെ വീഡിയോ ബോബി ഏട്ടൻ ഇട്ടുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. കൂടെ നിൽക്കുക. നേപ്പാൾ ഞാൻ ഇനി പോകാൻ പോകുന്നത് സിക്കിമിലേക്കാണ്. അതിൻ്റെ വ്ളോഗ് ഞാൻ കൊണ്ടുവരും കേട്ടോ. മാക്സിമം നിങ്ങളോട് സപ്പോർട്ട് വേണം. ഇനി നേപ്പാൾ വിട്ട് ഇന്ത്യ സംസ്ഥാനത്ത് കയറി ഇന്ത്യയിലെ കാഴ്ചകളായിരിക്കും കേട്ടോ. വീണ്ടും സിക്കിം എന്ന് പറഞ്ഞാൽ വേറെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ സിക്കിമിൽ സംസാരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ നേപ്പാളി തന്നെയാണ് കേട്ടോ. അവിടുത്തെ ആൾക്കാർ പറഞ്ഞാൽ ഏകദേശം നേപ്പാളിലെ ആൾക്കാരെ പോലെ തന്നെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് കൊണ്ടുവരാം. നമ്മൾ കണ്ടിട്ട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ലത്. സപ്പോർട്ട് ചെയ്യുന്നവരുടെ എന്നും സന്തോഷം മാത്രമേ ഉള്ളൂ. ഗുഡ് ബൈ.